വർഷത്തോളം നിരവധി വിദ്യാഭ്യാസ മേഖലയിൽ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടുന്ന് പഠിച്ചിറങ്ങിയിട്ടുള്ള എല്ലാ വിദ്യാർത്ഥികളും ഉന്നത സ്ഥാനങ്ങളിൽ എത്തി ചരിത്രം മാത്രമേ ഉള്ളൂ. അതോടൊപ്പം തന്നെ വളർന്നു വരുന്ന തലമുറയ്ക്ക്, ഇവിടെ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് പൊതുസമൂഹവുമായി ബന്ധപ്പെട്ടുകൊണ്ട് എല്ലാ മേഖലയിലും നല്ല നല്ല പ്രവർത്തനം നടത്തുവാൻ വേണ്ട പ്രചോദനം നമ്മുടെ സ്കൂളിൽ നിന്ന് ലഭിക്കുന്നു എന്നറിഞ്ഞാൽ അതിയായ സന്തോഷമുണ്ട്. ജീവകാരുണ്യ പ്രവർത്തനങ്ങളിലും നാടിനു വേണ്ടി സേവിക്കുന്ന പ്രവർത്തനങ്ങളിലെല്ലാം കൊച്ചു കുട്ടികൾക്ക് വരെ അറിവ് പകർന്നുകൊണ്ട് സമൂഹത്തിനും നാടിനും ഉപകാരപ്പെടുന്ന രീതിയിലുള്ള ഒരു സമൂഹത്തെ വാർത്തെടുക്കുന്ന വലിയൊരു ഉത്തരവാദിത്ത ജോലിയാണ് നമ്മുടെ ഗ്രീൻ വാലി പബ്ലിക് സ്കൂളിൻ്റെ മാനേജ്മെൻറ്റും അതിൻ്റെ PTA കമ്മിറ്റി അടക്കമുള്ള ആളുകൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അഭിമാനമുണ്ട് ഇതുപോലുള്ള ഒരു വലിയ ചടങ്ങിൽ എത്തുവാനും. ഇതേ സ്ഥാപനം കാരശ്ശേരി ഗ്രാമപഞ്ചായത്തിൽ സ്ഥിതി ചെയ്യുന്നതിൽ കുറിച്ച് വളരെയധികം ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് എന്ന നിലയ്ക്ക് അതിയായ അഭിമാനമുണ്ട്. തികച്ചും പറയട്ടെ, ഇതുപോലുള്ളൊരു സ്ഥാപനം നമ്മുടെ ഈ പരിസര പ്രദേശത്ത് എവിടെയുമില്ല. ഇനിയും ഒരുപാട് വർഷക്കാലം നിറഞ്ഞ സേവനങ്ങളുമായിട്ട് ഒരുപാട് നല്ല പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകാൻ സാധിക്കട്ടെ എന്നും, അതോടൊപ്പം എനിക്ക് ഉണർത്തുവാനുള്ളത്, ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന വിദ്യാർത്ഥികൾക്ക് മഹാത്മാഗാന്ധിജിയെ പോലുള്ള ആളുകളെ അവരെ മനസ്സിൽ നിന്ന് അകറ്റുവാൻ വേണ്ടി ചില ആളുകൾ ശ്രമിക്കുന്നുണ്ടെങ്കിൽ പോലും അതൊക്കെ തിരിച്ചെടുക്കുവാൻ വേണ്ടി ഇന്ത്യൻ ജനാധിപത്യ രീതിയെയും ഇന്ത്യൻ സ്വാതന്ത്ര്യത്തെയൊക്കെ മനസ്സിൽ കൊച്ചുകുട്ടികൾക്ക് വരെ അവരുടെ മനസ്സിലുണ്ടാകുവാനും അവരുടെ പാഠപുസ്തകങ്ങളിൽ ഉണ്ടാവാൻ വേണ്ടി നമ്മൾ ശ്രദ്ധിക്കണം. അത് കാലഘട്ടത്തിൻ്റെ അനിവാര്യമാണ്. ഇന്ത്യയുടെ പ്രഥമ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റു അടക്കമുള്ള ആളുകൾ നമ്മുടെ രാജ്യത്തിന് വേണ്ടി സ്വാതന്ത്ര്യം നേടിക്കൊടുക്കുമ്പോൾ അതിൻ്റെ വേണ്ടി ഒരുപാട് കഷ്ടപ്പെട്ട ആളുകളെല്ലാം നമ്മൾ ഈ രാജ്യത്തെ ഓർക്കേണ്ടത് അനിവാര്യമാണ്. അതെല്ലാം നമ്മുടെ കൊച്ചുകുട്ടികളുടെ മനസ്സിൽ എന്നും നിറഞ്ഞു നിൽക്കണം. രാജ്യസ്നേഹം എന്നും കൊച്ചുകുട്ടികളുടെ മനസ്സിൽ അവർ പഠിച്ചു വളരണം. നമ്മുടെ എല്ലാ മതസ്ഥരും മറ്റു രാജ്യത്തെ പോലെയല്ല. നമ്മുടെ രാജ്യത്ത് എല്ലാ മതസ്ഥരുമുണ്ട്, എല്ലാ ഭാഷ പറയുന്നവരുണ്ട്, എല്ലാ വിഭാഗം ആളുകളുണ്ട്. ആ വിഭാഗമെല്ലാ ആളുകൾ ഒന്നിച്ചു നിൽക്കുന്നതാണ് ഇന്ത്യ എന്ന രാജ്യത്തിൻ്റെ ഒരു സൗന്ദര്യം. ആ സൗന്ദര്യം നിലനിർത്തുവാൻ വേണ്ടി നമുക്കെല്ലാവർക്കും ഒറ്റക്കെട്ടായി മുന്നോട്ട് പോവാമെന്നും ഈ പരിപാടി നിങ്ങളുടെ എല്ലാവരുടെയും സമ്മതത്തോടുകൂടി ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തതായി അറിയിക്കുന്നു. നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്.